ഹായ് ഗായ്സ്, വെൽക്കം ടു മാൻഡിഡ്. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഹോപ്പ് ഓൺ യാത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മാൻഡിഡിന്റെ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ് കേട്ടോ. പടുകൂട്ടം പാലസുകളും കെട്ടിടങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. അതിന്റെ താഴെ വന്നിട്ട് സംഗീതോപകരണങ്ങളായിട്ട് ആളുകൾ വായിക്കുന്നത് കേൾക്കാനായിട്ട് എന്ത് രസമാണെന്ന് അറിയാമോ. നല്ല രീതിയിലുള്ള തണുപ്പ് ഇന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനൊന്നും വകവെക്കാതെ എത്ര മധുരമായിട്ടാണ് അവർ ആ മ്യൂസിക് വായിക്കുന്നത്. കുറെ നേരം മ്യൂസിക് കേട്ട് തിരിഞ്ഞു നടന്നു കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ താരങ്ങളായിട്ടുള്ള മെസ്സി, CR7, നെയ്മർ ഇവരുടെയൊക്കെ പേര് പതിപ്പിച്ച അവരുടെ നമ്പേഴ്സ് ഒക്കെ പതിപ്പിച്ച കുറെ ജേഴ്സികൾ അവിടെ വിൽക്കാനിട്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം സമയം 6 മണി 6:30 ആയി കാണും. കോൾഡ് പതുക്കെ കൂടി വരുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ നൈറ്റ് പെട്ടെന്നാകും. നൈറ്റ് ആയി കഴിഞ്ഞാലാണ് മാൻഡ്രിഡ് കാണാനായിട്ട് കൂടുതൽ രസം. കാരണം ക്രിസ്മസ് വരാൻ പോകുന്നതിനോടനുബന്ധിച്ച് കുറേ അലങ്കാര വിളക്കുകളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഓൺ ചെയ്യുമ്പോഴുണ്ടല്ലോ മാൻഡ്രിഡിന്റെ മൊത്തം രൂപം അങ്ങോട്ട് മാറും. വെറുതെ അല്ല ഇത് കാണാനായിട്ട് ഇത്രയും അധികം ടൂറിസ്റ്റുകാർ വരുന്നത്. ഞങ്ങൾ എങ്ങോട്ടാ നടക്കുന്നതെന്നല്ലേ. സമയം ഇത്രയായി, നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നടക്കുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത് മ്യൂസിയം ദി ഹമോൺ എന്ന് പറയും. പോർക്കിന്റെ മ്യൂസിയം. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ മാസ്ക് വെക്കാന്ന് വിചാരിച്ചു. മാസ്ക് എടുത്തപ്പോഴാണ് ഒടുക്കത്തെ തണുപ്പ് അറിയുന്നത്. തണുപ്പ് കൂടുതലാവുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും. ചൂടുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ടൊരു ക്രേവിങ്സാ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഭയങ്കര ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെയും മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വെച്ച് വായിക്കുന്നു. എന്നാൽ കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുന്നതാണ്. കാരണം ഒരുപാട് നടന്ന് കാല് കഴിച്ചു. നിന്ന് കേൾക്കാനുള്ള ഒരു സാവകാശം എനിക്കില്ല. നല്ല ഭംഗിയായിട്ട് ഇവര് വായിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അനുഗ്രഹീതരായ കലാകാരന്മാരാണ് മാൻഡ്രിഡിൽ മൊത്തം ഉള്ളത്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. കണ്ടില്ലേ ജേഴ്സി ഷോപ്സ്. കൂടുതലും പിള്ളേരുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ പ്ലാസ മയോറിലെത്തി. വലിയ പടുകൂറ്റനായിട്ടുള്ള സ്ത്രീകളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുട്ടി ഷോപ്പുകളൊക്കെ പ്ലാസ മയോറില് ക്രിസ്മസ് സമയത്ത് വരേണ്ടതാണ് എന്നാലോചിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ദേ കാണുന്നത് ഒട്ടനവധി ഷോപ്പുകൾ. ഇത് തുറന്നിട്ടില്ല, ക്രിസ്മസ് സമയത്ത് തുറക്കുമായിരിക്കും. എന്തായാലും വിശപ്പിന്റെ വിളി ഞങ്ങൾ രണ്ടുപേരിലും വന്നു തുടങ്ങി. സ്പെയിനിൽ എല്ലാത്തരം ഫുഡും കിട്ടുന്ന ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. നമുക്കെന്നാ അവിടേക്ക് പോയാലോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.